ഹലോ നമസ്കാരം. താരാസ് കൊണ്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു തോരൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് വെജിറ്റബിളും നോൺ വെജും കൂടിയൊക്കെ ചേർന്നിട്ടുള്ളൊരു തോരൻ, അടിപൊളി തോരനാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 3 ഇൻഗ്രീഡിയൻറ്റുകളുള്ളത് ബീൻസ്, പിന്നെ വഴുതനങ്ങ, പിന്നെ കുറച്ച് ചെമ്മീനും കൂടി ഞാനിതിലൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബീൻസും വഴുതനങ്ങയൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം, അല്ലെങ്കിൽ അതിൻ്റെ കറ ഭയങ്കരമായിട്ട് കറുത്തു പോകും. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് പാനിലേക്ക് ഇടുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് നല്ലോണം പിഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയാകും. അപ്പോൾ നമുക്ക് പാനടുപ്പത്ത് ചൂടാകുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു സവാളയുടെ പകുതി എടുത്താൽ മതിയാവും. പിന്നെ ഒരു പച്ചമുളക്, വലിയത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു വെളുത്തുള്ളി, അത് വലിയ വെളുത്തുള്ളി ഒരു 3-4 എടുത്തിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. വാടി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ബീൻസ് അരിഞ്ഞേക്കണത് ചേർത്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ബീൻസിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ആദ്യം ബീൻസ് ഇട്ടിട്ട് അതൊന്ന് 2-3 മിനിറ്റ് നേരം കുക്കായി കഴിയുമ്പോൾ മാത്രം നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ പച്ചക്കറികളിൽ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ ചെമ്മീനായിരിക്കണം മാത്രം. അപ്പോൾ ഇതെനിക്ക് ചെറിയ ചെമ്മീൻ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പച്ചക്കറികളിലൊക്കെ ഇങ്ങനെ ചെമ്മീനൊക്കെ ചേർക്കാറുണ്ട്. അച്ചിങ്ങയും കായയും അല്ലെങ്കിൽ ക്യാരറ്റ് അച്ചിങ്ങയൊക്കെ തോരൻ വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി വെക്കുമ്പോഴൊക്കെ കുറച്ച് ചെമ്മീൻ ചേർക്കാറുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചേർത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ബീൻസ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുത്ത് അതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ ചെമ്മീൻ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കണ കാരണം അത് കുറച്ച് മീതെ ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നമ്മൾ ഓൾറെഡി നേരത്തെ വേവിച്ച് വെച്ചേക്കണ കാരണം പിന്നെ അധികം വേവില്ല. അപ്പം ഇതിൻ്റെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റൊക്കെ ചെമ്മീൻ്റെ ടേസ്റ്റ് ഈ പച്ചക്കറികളിൽ പിടിക്കും. അപ്പോൾ അത് ഒന്ന് 2 മിനിറ്റ് നേരം ആ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ ചെറുതാക്കിയൊക്കെ അരിഞ്ഞ് കുറച്ച് ചെമ്മീനുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമ്മൾ തോരൻ വയ്ക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാകും. പച്ചക്കറിയൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ആയാലും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് ചെമ്മീനൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ ഏത് പച്ചക്കറി ആയാലും ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ക്യാരറ്റ്, കോളിഫ്ലവറോ അല്ലെങ്കിൽ വേറെ ഏത് പച്ചക്കറിയായാലും തോരൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ മുളക് പൊടി ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും എരിവിന് ആവശ്യമുള്ളത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പച്ചക്കറികൾ വേകുമ്പോൾ അതിൻ്റെ ഒപ്പം കിടന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 വേഗമാകുമ്പോൾ മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കണ്ട. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും പിന്നെ ഇതിൻ്റെ ആവിയിൽ കിടന്ന് ഇത് വെന്തോളും. അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം നമുക്കൊന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ വെള്ളമൊന്നും തളിക്കാനില്ല, ഇതിൻ്റെ ആവിയിൽ തന്നെ കിടന്നാണ് ഇത് വെന്ത് കിട്ടിയേക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആവണത്. അപ്പം നമ്മുടെ അടിപൊളി നോൺ വെജും കൂടി ചേർത്ത തോരൻ റെഡിയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ചെമ്മീനിൽ ഞാൻ മുളക് കറിയും കൂടിയാണ് വെക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. തോരനും ചെമ്മീൻ മുളകിട്ടതും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.